ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി തോരനാണ് കേട്ടോ. ഇതിനകത്ത് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞത്. ക്യാരറ്റും ബീൻസ് ഇത് കണ്ടത് ഇതുപോലെ ചെറുതായിട്ട് അരിയണം. ബീൻസ് ഒരു പിടി ബീൻസ് ഉണ്ടായിരുന്നു, ഒരു ക്യാരറ്റിന് ഒരു 1/4 ഭാഗം, പിന്നെ ഒരു തേങ്ങ ചെറിയത്, പച്ചമുളക്, ജീരകം, മുളക് പൊടി, കറിവേപ്പില. ഇത്ര സാധനമാണ് ഇതിന് വേണ്ടത്. നമുക്ക് ആദ്യം തേങ്ങയാണ് അരച്ചെടുക്കേണ്ടത്. ബീൻസ് എത്ര എടുക്കണോ അതിനനുസരിച്ചായിരിക്കും തേങ്ങ വേണ്ടത്. ജീരകമാണെങ്കിൽ ഒരു നുള്ളു മതി. നമുക്ക് ആദ്യം തേങ്ങ അരച്ചെടുക്കാം. അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. പച്ചമുളക് കീറിയത് നമുക്കിടാം. ഇതാണ് ഒരു നുള്ള് ജീരകം, അര സ്പൂൺ മുളക് പൊടി. നമുക്കത് നന്നായി അരച്ചെടുക്കാം. ഒരുപാട് അരയരുത്, തോരൻ്റെ പരുവം നിങ്ങൾക്കറിയാമല്ലോ, അതുപോലെ ആ പാകത്തിന് നമുക്ക് അരച്ചെടുക്കാം. ഒരു തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ പാകം. നമുക്ക് മാറ്റി വച്ചേക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ ഉപ്പും, 1/4 സ്പൂണോളം ഇടണം കേട്ടോ. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ വെള്ളവും. നമുക്കത് കുക്കറിൽ വെച്ച് വേവിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റും ബീൻസും ഉണ്ടല്ലോ, അത് നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റി വേണം വെക്കാൻ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഒരല്പം അരി ഇടണം. അരി ഇട്ടാൽ നല്ല സ്വാദാണ് കേട്ടോ. മിക്കവാർക്കും പേർക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചില തോരന് ഉഴുന്നായിരിക്കും ഇടുക, ചിലതിന് അരിയായിരിക്കും. ബീൻസും ക്യാരറ്റും കൂടെ ഉള്ള തോരന് അരി ഇടാം. അതുപോലെ കൂമ്പ് തോരനിടാം. അപ്പം ഞാൻ പറഞ്ഞില്ല, അത് നേരത്തെ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇടാം. അത് പകുതി വേവാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ തേങ്ങയും കൂടെ ചേർക്കുകയാണ്. കണ്ടോ, ഇനി ആ വെള്ളം അതിനകത്ത് നമ്മൾ എത്ര വെള്ളം കളഞ്ഞാലും കുറച്ച് വെള്ളമയം അതിനകത്ത് കാണുമല്ലോ. അപ്പോൾ ആ വെള്ളമയം നന്നായിട്ട് പോണ വരെ നമുക്ക് ഇത് വെക്കണം. ഓഫ് ചെയ്യുന്നതിന് കുറച്ച് തൊട്ട് മുമ്പ് കറിവേപ്പില ഇടുക. ക്യാരറ്റ് ബീൻസ് തോരൻ റെഡി. ഈ ബീൻസ് പൊതുവേ ചിലർക്ക് ഇഷ്ടമാവില്ല, അപ്പോൾ ക്യാരറ്റും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്വാദ് കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും.